യെസ്, ദുരന്തർ സെക്കൻഡ് പാർട്ടിന്റെ ട്രെയിലർ റിലീസ് ആയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ആ വീഡിയോയിൽ പറഞ്ഞു വെച്ച പോലെ മിക്ക പ്രഡിക്ഷൻസും കറക്റ്റ് ആവാനാണ് ചാൻസ് എന്നാണ് ഇത് കണ്ടിട്ട് തോന്നുന്നത്. പക്ഷെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇദ്ദേഹത്തിന് ബാബു ഡക്കീന്റെ ഗ്യാങ്ങിലുള്ളതാണ്. ഇവര് തമ്മിൽ ആർമിയിലത്തെ ബാച്ച്മേറ്റ്സ് ആയിരുന്നു. അതിന്റെ മുകളിൽ ഒരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ലെറ്റർ ബോക്സിൽ ഇപ്പോൾ ദുരന്തറിന് അടിച്ചു നോക്കിയാൽ ദുരന്തർ 2 പടമല്ല 3 പടമായിട്ടാണ് കാണിക്കുന്നത്. ദുരന്തറിന്റെ തേർഡ് പാർട്ട് ദ റാത്ത് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു സാധനം വരുന്നതായിട്ടാണ് ലെറ്റർ ബോക്സിൽ പറയുന്നത്. ചാൻസ് ഇർക്ക്, കാരണം 4 മണിക്കൂർ 4.5 മണിക്കൂർ ഉണ്ടായിരുന്നു ഈ സെക്കൻഡ് പാർട്ട്. അത് അവർ വെട്ടിച്ചുരുക്കിയത് ഇപ്പൊ 3 മണിക്കൂർ 55 മിനിറ്റ് ആക്കി എന്നാണ് പറയുന്നത്. ഇപ്പോഴും കറക്റ്റ് റൺ ടൈം കിട്ടിയിട്ടില്ല. ചാൻസ് ഉണ്ട് അവർക്ക് ഇനിയും ഒരു പടം റെഡിയാക്കാനുള്ള കണ്ടന്റ് അവരുടെ കയ്യിലുണ്ട്. ഒരു 2.5 മണിക്കൂറിനടുത്ത് ഇനിയും കണ്ടന്റ് അവരുടെ കയ്യിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇനി എന്താണ് ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ ലിയാറി ഗ്യാങ് വാർ ആണ് ഉണ്ടാവാൻ പോകുന്നത്. ലിയാറി ആകപ്പാട ഫുൾ കൈ അടക്കി വെച്ചുകൊണ്ടിരുന്ന റഹ്മാൻ ഡക്കേറ്റ് മരിച്ചുപോയി. അപ്പൊ ലിയാറിക്ക് വേണ്ടിയിട്ട് 2 ഗ്യാങ്ങുകളും, അർഷദ് പപ്പുവിന്റെ ഗ്യാങ്ങും അതുപോലെ തന്നെ നമ്മുടെ റഹ്മാൻ ഡക്കേറ്റിന്റെ ഗ്യാങ്ങും തമ്മിൽ 2 പേരും തമ്മിൽ അടിയോടടിയാണ്. ആ വീഡിയോയിൽ പറഞ്ഞു വെച്ച പോലെ തന്നെ ഇതൊരു റിയൽ ആയിട്ട് നടന്ന സംഭവമാണ്. ലിയാറി ഗ്യാങ് വാർന്ന് ചുമ്മാ അടിച്ചു നോക്കി തന്നെ കിട്ടും. അതിന്റെ മെയിൻ അത് അടിച്ചമർത്തിയ പോലീസ് ഓഫീസറാണ് നമ്മുടെ ചൗധരി അസ്ലം. അതേ ക്യാരക്ടർ നമ്മുടെ പടത്തിലുണ്ട്. പാകിസ്ഥാനിൽ ലിയാറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ബോംബെ, ധാരാവി എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര കുപ്രസിദ്ധമായിട്ടുള്ള ഒരു അണ്ടർ വേൾഡിന്റെ ഒരു സെന്റർ എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇതുപോലെ ഒറിജിനൽ റഹ്മാൻ ഡക്കേറ്റ് മരിച്ചു പോയപ്പോൾ അയാളെ കൊന്നത് ചൗധരി അസ്ലം തന്നെയാണ് റിയൽ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഗ്യാങ്സ് തമ്മിൽ ആ ലിയാറി ടൗണിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു അടിയാണ്, ഒരു ഗ്യാങ് വാറാണ് ഇതിലും കാണിക്കുന്നത്. ഇനി നമ്മുടെ ഹംസ അലി മസാരിയുടെ മെയിൻ പരിപാടി എന്താന്ന് വെച്ചാൽ ഈ അർഷദ് പപ്പുവിനെ തീർത്ത് ലിയാറി കംപ്ലീറ്റ്ലി അങ്ങോട്ട് കയ്യിലാക്കണം. അതുപോലെ തന്നെ ഉസൈർ ബലൂച്ച് ഉണ്ട്. എന്തായാലും റഹ്മാൻ മരിച്ചതിന് ശേഷം നാച്ചുറലി എല്ലാവരും ഉസൈറിന്റെ പേരേ പറയുള്ളൂ. ഇത്രയും കൊല്ലമായിട്ട് ഇടം വലം ചുറ്റും നടക്കുന്ന ഒരാളാണല്ലോ. ആദ്യം ലിയാറി കൈ കിട്ടിയത് ഇയാളെ എങ്ങനെ ഒഴിവാക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. കാരണം എൻ്റെ പ്രഡിക്ഷൻ ഒന്നുമില്ല, സാധാരണ പോലെ ചെയ്യാനേ പറ്റില്ല. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അർഷദ് പപ്പുവിന്റെ ഗ്യാങ്ങിലുള്ളവൻ നൈസായിട്ട് അവന്മാരെ മൊത്തം ഇൻഫിൽട്രേറ്റ് ചെയ്ത് കാണണം. കാരണം നമ്മുടെ ഒരു ഷോട്ടിൽ സ്പെസിഫിക്കലി നോക്കിയാൽ മനസ്സിലാവും രൺവീർ സിംഗിന്റെ ഹംസ അലി മസാരി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ സൈഡിൽ ഇവനും ഉണ്ട്. ദുരന്തർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും റഹ്മാൻ ഡക്കേറ്റിന്റെ ഗ്യാങ് എന്ന് പറയുന്നത് ബലോച്ചുകളെ മാത്രം ചേർക്കുന്ന ഗ്യാങ് ആണ്. അപ്പോൾ ഇവിടേക്ക് ഇവനെങ്ങനെ വന്നു അത് നമുക്കറിയണം. ഫെയർ ബലൂച്ച് ഉണ്ടെങ്കിലല്ലേ ചോദിക്കാൻ ആരെങ്കിലും ഉള്ളൂ. ബാക്കി എല്ലാതെങ്കിലും സൈഡായി കഴിഞ്ഞല്ലോ. എന്താണാവോ മേ ബി ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഗ്യാങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം, പുതിയൊരു ഗ്യാങ്. ഞാൻ നേരത്തെ പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഹംസ അലി മസാരി, അതായത് ജസ്കിരത് സിംഗ് റാങ്കി എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരനാണ്. പുള്ളിയുടെ കുറേ ട്രെയിനിങ് പരിപാടികളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്, ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ എന്തോ കിടിലനായിട്ടുള്ളൊരു പ്രശ്നം പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ട്, ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് അതെന്താവാനിരിക്കാനാണ് ചാൻസ് എന്ന്. പക്ഷെ ഈ പോയിന്റ്, ഈ ഒരു സീൻ, ഈ ഒരു ഗ്ലിംസേ ഉള്ളൂ. ഇത് കണ്ടിട്ട് ഇയാൾ ഇത്തവണയും പൊളിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇയാൾ ഇത്തവണയും മിക്കവാറും ഒരു ബെസ്റ്റ് ആക്ടർ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചെടുക്കും, അത് ഉറപ്പാണ്. പിന്നെ ജസ്കിറത്തിന്റെ ഫ്ലാഷ് ബാക്കിനെ പറ്റി നമുക്ക് വലിയ പിടിയില്ല. പക്ഷെ ഇതിൽ കാണിക്കുന്നുണ്ട് പുള്ളിക്ക് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് കാണിക്കുന്നത്. പക്ഷേ പുള്ളി തിരിച്ച് പ്രതികാരം ചെയ്യാൻ പോകുന്നുണ്ട്. ചുറ്റുപാടും സംഭവങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും കല്യാണ വീട്ടിലേക്കാണ്. അതൊരു കല്യാണ വീട്ടിൽ കയറിച്ചിട്ട് എല്ലാവരെയും വെട്ടിവെച്ച് പൊക്കാനായിരിക്കുക പുള്ളിയുടെ പരിപാടി. ആൻഡ് ഇതിൽ നമ്മുടെ നായിക ഒരു തോക്ക് പിടിച്ച് ചൂണ്ടുന്ന ഒരു രംഗമുണ്ട്. ഇത് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞു വെച്ച പോലെ തന്നെ പുള്ളിക്കാരിക്ക് ഇവനൊരു ഇന്ത്യൻ സ്പൈ ആണെന്ന് മനസ്സിലായതിനു ശേഷമുള്ള രംഗമാവാം. ഈ ഒരു കട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് കാണിച്ചതെങ്കിലും അതിന് മുമ്പുള്ള ഒരു കട്ടും ഇത് ചേർത്ത് വെച്ച് നോക്കിയാൽ ഏകദേശം ഒരേ ഒരു സംഭവം ഒരേ ഒരു സ്ഥലത്താണ് നടക്കുന്നത്. അതിൽ നമ്മുടെ രൺവീർ സിംഗ് ഭയങ്കര സങ്കടത്തിലാണ് ഇരിക്കുന്നത്. സോ ചാൻസ് ഉണ്ട്. പക്ഷെ ഹംസയ്ക്ക് വേറൊരു സംഭവം ഉണ്ട്, ഒരിക്കലും മരിക്കാൻ പാടില്ല. കാരണം മരിച്ചു കഴിഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും, ഇത്രയും രാജ്യത്തിന് കിട്ടിയ ആ ഗുണമൊക്കെ പോവും. അപ്പം എന്തായിരിക്കാം, ചിലപ്പോൾ അവളെ കൊല്ലാൻ പോലും മടിക്കില്ലായിരിക്കാം. അങ്ങനെ നടന്ന ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. അങ്ങനെ നടക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചാപ്റ്റർ 1 അതായത് നമ്മുടെ ദുരന്തർ ഫസ്റ്റ് പാർട്ടിലത്തെ മെയിൻ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് റഹ്മാൻ ഡക്കേറ്റിനെ തീർക്കുക എന്നുള്ളതായിരുന്നു. ഈ സെക്കൻഡ് പാർട്ടിൽ നമുക്കറിയാം മേജർ ഇക്ബാൽ, അർജുൻ റാംപാലിന്റെ ക്യാരക്ടറിനെ തീർക്കുക എന്നുള്ളതാണ്. അതൊരു ചില്ലറ പരിപാടിയല്ല, ഒരു ആർമിയുടെ ഹെഡാണ്. പോരത്തേന് എനിക്ക് തോന്നുന്നു, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു വെച്ച പോലെ ഇതിൽ നമ്മുടെ രൺവീറിന്റെ കവർ ബ്ലോ അപ്പ് ആവുകയാണ്. കാരണം ഇവനൊരു ഇന്ത്യൻ സ്പൈ ആണെന്ന് അവർക്ക് മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അർജുൻ റാംപാലിന്റെ ക്യാരക്ടർ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, അത് സബ് ടൈറ്റിലൊക്കെ ഇട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഇന്ത്യക്കാരൻ്റെ തല പുള്ളിക്കാരൻ ഇതുപോലെ സ്പൈ ആണെന്ന് അറിഞ്ഞ്
ആ ഒരു മോസ്കിന്റെ, അതായത് ആ ഒരു പള്ളിയുടെ വാതിലിന്റെ അവിടെ കൊളുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ഇന്ത്യക്കാരന്റെ തല വേണമെങ്കിൽ എടുക്കുമെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇന്ത്യക്കാരൻ നമ്മുടെ രൺവീർ സിംഗിന് ഉദ്ദേശിച്ചിട്ടായിരിക്കാം. പിന്നെ ഒരു സാഡ് സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഇല്യാസ് കശ്മീരി എന്ന് പറയുന്ന പുള്ളീനെ ബേസ് ചെയ്തിട്ടാണ് മേജർ ഇക്ബാലിൻ്റെ ക്യാരക്ടർ ഉണ്ടാക്കിയിരുന്നത്. പുള്ളി ശരിക്കും ഇതുപോലത്തെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന് ബോർഡറിൽ മറാത്ത റെജിമെൻറ്റിലെ കുറച്ച് സോൾജേഴ്സിനെ ആക്രമിച്ച് അവരുടെ തല ഇതുപോലെ കൊണ്ടുപോയി പുള്ളി അവിടെ ചാർത്തി വെച്ചിട്ടുണ്ട്. അതൊക്കെ റിയൽ ആയിട്ട് നടന്ന സംഭവമാണ്. ആൻഡ് ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ വില്ലൻ ബഡാ സാബ് എന്ന് പറയുന്ന ആളെ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. ഇത് ഏത് കാലമാടന്റെ ഈ കാലമാടന്മാരെക്കാൾ ബെഡ ഇനി വേറൊരുത്തനുണ്ടോ? പലരും അത് ലീക്സ് ഒക്കെ ആയിട്ട് പറയുന്നു നമ്മുടെ ഇമ്രാൻ ഹാഷ്മി ആയിരിക്കും എന്നൊക്കെ, അറിയില്ല. ഞാൻ തേർഡ് പാർട്ടിന് ചാൻസ് ഉണ്ടെന്ന് പറയാൻ കാരണമുള്ളൊരു വലിയൊരു സംഭവം ഇതും കൂടെ ആണ്. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ റഹ്മാൻ ടക്കീട്ടായിരുന്നു മെയിൻ വില്ലൻ, സെക്കൻഡ് പാർട്ടിൽ അർജുൻ റാംപാലിന്റെ മേജർ ഇക്ബാൽ, അതുപോലെ ബഡാ സാബിനെ മെയിൻ വില്ലനായിട്ട് തേർഡ് പാർട്ടും കൂടെ വന്നേക്കാം, ചാൻസ് ഉണ്ട്. പിന്നെ റിയൽ ലൈഫ് സെനാറിയോസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റഹ്മാൻ ടക്കീറ്റിനെ കൊന്നതിന് ശേഷം അർഷദ് പപ്പുവും ചൗധരി അസ്ലാം കൂടെ ആണല്ലോ കൊന്നത്. റിയലിലും അങ്ങനെയാണ് കൊന്നത്. അപ്പോൾ നമ്മുടെ ഒറിജിനൽ അർഷദ് പപ്പുവിൻ്റെ തല വെട്ടിയെടുത്ത് നമ്മുടെ ഉസൈർ ബലോച്ച് ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് അവിടെ പാകിസ്ഥാനിൽ. വേറൊരു പോർഷനിൽ ഇവർ ഇതുപോലെ തന്നെ വെടിവെയ്പ്പ് പരിപാടി അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, ബോംബ് കൂട്ടുന്നു അങ്ങനത്തെ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മുടെ ഏറ്റവും ഫ്രണ്ടിൽ അഫ്കോഴ്സ് നമ്മുടെ ഹംസയുണ്ട്. പക്ഷേ പുള്ളിയുടെ ഒപ്പം നിൽക്കുന്നത് വേറൊന്നുമല്ല, പാകിസ്ഥാനി ആർമിയാണ്. പാകിസ്ഥാനി ആർമി എങ്ങനെ പുള്ളിയുടെ കൺട്രോളിൽ വന്നു? മേ ബി ഇതുപോലെ പൊളിറ്റിക്സിൽ പുള്ളി ഇറങ്ങിയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പൊളിറ്റിക്സ് കയ്യിലുണ്ടെങ്കിലല്ലേ ആർമി കൂടെ ഉണ്ടാവുള്ളൂ. പോരത്തേന് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ മെയിനായിട്ടുള്ള ഫൈറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ നമ്മൾ ഈ കാണുന്ന മിക്ക സംഭവത്തിലും പുള്ളിയുടെ ഡ്രസ്സ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ ലാസ്റ്റ് കുറച്ച് ഗ്ലിപ്സുകൾ കാണിച്ചിട്ടുണ്ടാവും സെക്കൻഡ് പാർട്ടിൻ്റെ. അതിൽ ഷേറി ബലോച്ചായിട്ട് പുള്ളീനെ ബലോച്ചുകളുടെ രാജാവായിട്ട് ബലോച്ചുകൾ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പുള്ളി ഇടുന്ന ഒരു ഡ്രസ്സാണിത്. അപ്പോൾ ബലോച്ചുകളും പുള്ളിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞു. ഇവരെങ്ങനെയായിരിക്കാം പുള്ളി ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കിയേ പറ്റൂ. എനിക്ക് തോന്നുന്നത് നമ്മുടെ രൺവീർ സിംഗിൻ്റെ ക്യാരക്ടർ 2022 വരെ ആ പാകിസ്ഥാനിൽ നിന്നുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും വലിയ കാരണം മേജർ ഇക്ബാൽ തന്നെയാണ്. മേജർ ഇക്ബാലിനെ നമ്മൾ ഇതിൽ കാണുമ്പോൾ, നമ്മുടെ ഫസ്റ്റ് പാർട്ടി കാണുമ്പോൾ കുറച്ചുകൂടി യങ് ആയിട്ട് നല്ല കൊട്ടിമുടിയും കൊട്ട താടിയൊക്കെ ഉണ്ട്. പക്ഷേ സെക്കൻഡ് പാർട്ടിൽ ഈ ഒരു ഷോട്ട് തന്നെ കാണുമ്പോൾ ഒരുപാട് വയസ്സായ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് അറിയില്ല, ചിലപ്പോൾ ഒരു 10-15 വർഷത്തിന് ഒപ്പമൊക്കെ പുള്ളി അവിടെ നിന്നുണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ സ്പൈകളൊക്കെ പൊതുവെ അങ്ങനെയാണ്. ആൻഡ് നമ്മുടെ ദുരന്തറിൻ്റെ ആ ഒരു സ്റ്റൈൽ നമുക്കറിയാലോ. നമ്മുടെ ദുരന്തറിൽ പടം അങ്ങനെ പതുക്കെയാണ് പോവുക. നമ്മുടെ രൺവീർ സിംഗ് ഫസ്റ്റ് പാർട്ടിൽ തന്നെ വന്നു കഴിഞ്ഞിട്ട് ഒരു 1-2 കൊല്ലം ആ കടയിൽ ചുമ്മാ നിൽക്കും. എന്നിട്ട് പതുക്കെ കയറിയുള്ള ആ ഒരു ഗ്യാങ്ങിലേക്ക്, റഹ്മാൻ ടക്കീറ്റിൻ്റെ ഗ്യാങ്ങിലേക്ക്. അപ്പോൾ ഇത്രയും വലിയ ആളാവാൻ ഷെറി ബലോച്ചൊക്കെ ആവണമെങ്കിൽ ഒരുപാട് വർഷങ്ങൾ എടുത്ത് കാണണം. പിന്നെ ഇതിലും കൂടുതൽ എനിക്ക് കീറി മുറിക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കണില്ല. കാരണം ഇനി വരാനുള്ളതൊക്കെ ആ വരാതിരിക്കുന്ന പൂരം സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ, നമ്മൾ കാണുമ്പോൾ ഞെട്ടണം.